എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് കോട്ടയിലൂടെ റാങ്ക് ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് നോക്കേണ്ടത്, അതനുസരിച്ച് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് കാണാം. അതുകൂടാതെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് പിന്നീട് വരുന്ന പേജ്, അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു രീതിയിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ തേർഡ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് കാണാൻ പറ്റും. അതുപോലെ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരുണ്ടാവും. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതായത് എല്ലാവർക്കും ഈ ഒരു 3 ലിങ്കും കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകളും കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അഡ്മിഷന് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ വെച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു 5 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ 5ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് 1ാമത്തെ ഓപ്ഷൻ്റെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഓപ്ഷൻ്റെ മാത്രം റാങ്ക് ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അലോട്ടഡ് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ്റെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസിൻ്റേത് മാത്രമാണ് കാണാൻ പറ്റുക. ഇതിന് താഴെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റേത് കാണാനായിട്ട് സാധിക്കുന്നതല്ല. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഓപ്ഷൻ വെച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിൽസും വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കൂൾ സെലക്ട് ചെയ്ത് ഓരോ കോഴ്സ് സെലക്ട് ചെയ്ത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ അതായത് അവിടുത്തെ ആ ഒരു ലാസ്റ്റ് റാങ്ക് എത്രയാണ്, അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓരോ സ്കൂൾ നിങ്ങളിപ്പോൾ ഓപ്ഷൻ വെക്കാത്ത സ്കൂൾ ഉൾപ്പെടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഇതാണ് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓപ്ഷനിൽ ഏതൊക്കെ ഓപ്ഷനുകൾ നിങ്ങൾ നൽകിയിട്ടുണ്ടോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഓപ്ഷനും ആ ഒരു ഓപ്ഷന് നേരെ നിങ്ങളുടെ യുവർ റാങ്ക് എത്രയാണ്, അതുപോലെ ആ ഒരു സ്കൂളിൽ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഓപ്ഷൻ വെക്കാം എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും എൻ്റെ റാങ്ക് ഇത്രയാണ്, അതായത് എൻ്റെ റാങ്ക് ഒരു 760 എന്നാൽ അവിടുത്തെ വേക്കൻസി അതായത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്
ഒരു 280 അപ്പോൾ ഇത് നോക്കിയിട്ട് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഒന്നും പരിഗണിക്കുന്നതല്ല. ഇനി അടുത്ത സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതിയ ആ ഒരു റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും ഒക്കെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ഓപ്ഷൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് ഇനി ട്രാൻസ്ഫർ വരികയാണെങ്കിൽ എവിടെ കിട്ടാനാണ് സാധ്യത എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് കൂടുതൽ കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനി ഈ ഒരു മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അതായത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ്. അപേക്ഷയിൽ തെറ്റുണ്ടായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷയിൽ തെറ്റുള്ളത് തിരുത്തുകയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേക്കൻസി അനുസരിച്ച് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.